എന്താണ് നിനക്ക് ബാബുക്കയെ കുറിച്ച് പറയാനുള്ളത്? MS ബാബുരാജ് എന്നുള്ള പേര് അതിപ്പോൾ ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. മുഹമ്മദ് സാബിർ ബാബുരാജ് എന്നാണ് ഫുള്ളായിട്ടുള്ള നെയിം. ബാബുക്കയുടെ ഫാദർ ബംഗാളിൽ നിന്നാണ് വന്നതൊക്കെ. ബാബുക്കയുടെ ഫാദർ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ബാബുക്ക ഒരുപാട് ഹിന്ദുസ്ഥാനി ലെസൺസ് ഒക്കെ ഫാദറിൻ്റെ നിന്ന് അങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ഒക്കെ നമ്മുടെ എല്ലാ മ്യൂസീഷ്യൻസും സിംഗേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ട്രെയിനിലൊക്കെ പാടിയിട്ടാണ് ബാബുക്കയുടെ ലൈഫൊക്കെ പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു കോഴിക്കോട്. കോൺസ്റ്റബിളിനാണ് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ബാബുക്കയ്ക്ക്. അങ്ങനെ പിന്നീട് ബാബുക്ക നന്നായിട്ട് പാടുന്ന ആളായതുകൊണ്ട് തന്നെ പുറത്തോട്ട് മുംബൈ അതേപോലെ തന്നെ ബംഗാളിലോട്ടൊക്കെ ഹിന്ദുസ്ഥാനി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയി. 1957 ആദ്യമായിട്ട് ബാബുക്ക ഒരു ഫിലിം ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ. പിന്നെ കൂടുതലും ബാബുക്കയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും മലയാളം ലിറിക്സും അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ് കൂടുതലും പാട്ടുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കാൻ ഭയങ്കര ഒരു പ്രത്യേക ഒരു സുഖമാണ്. ചെവിയിൽ മൂള